വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഇതിപ്പം സെക്കൻഡ് ഡേ ആണ്. എന്നിട്ട് ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി എഴുന്നേറ്റ് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കണോ, എല്ലാവരും എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇവരിതുവരെ ഫോട്ടോഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. റൂമിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. നല്ല സൂപ്പർ റൂമായിരുന്നു. അങ്ങനെ എല്ലാവരും റൂമിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി ഒന്ന് നടക്കണം. നമ്മളപ്പം സ്റ്റേ ചെയ്ത് വീണ്ടും ഞാൻ പറയുന്നു ലിറ്റിൽ ഹെവൻ എന്ന് പറയുന്ന ഒരു ഇതിലായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ തത്സമയം ചിന്നക്കുട്ടി ഇവിടെ വരും കാരണം എൻ്റെ ചിന്നക്കുട്ടിയാണ് കേട്ടോ. ഊട്ടി ലേക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കയറുവാണ് വണ്ടിയിലോട്ട് കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ടേ. അപ്പം സൂപ്പർ ഹോം സ്റ്റേ അല്ലായിരുന്നോ? അതെ അതെ, ഇപ്പോഴാണത് പറയേണ്ടത്. ചേട്ടാ സെറ്റല്ലേ, പോവല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും കേറിയിട്ടുണ്ടല്ലോ. ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് എവിടെയാണെന്ന് വിളിച്ച എമറാൾഡ് ഹോട്ടൽ. നമുക്ക് സ്റ്റേ തന്നേക്കുന്നത് അവർ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ലിറ്റിൽ ഹെവൻ എന്ന് പറയുന്ന സ്റ്റേ തന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നാണ് നമ്മൾ വന്ന് ഈവനിങ് ഫുഡ് കഴിച്ചതും, അതായത് ലഞ്ച് ഈവനിങ് ആണ് നമ്മൾ കഴിച്ചത്. നമ്മൾ ഡിന്നർ കഴിച്ചതും നല്ല സൂപ്പർ ഫുഡായിരുന്നു, രക്ഷയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണി പറഞ്ഞെങ്കിലും ഞങ്ങൾ എന്തൊക്കെയോ 8 മണിയായപ്പോൾ എത്തിയിട്ടുണ്ട് അല്ലേ അമലു? പൂരി, ദോശ, സാമ്പാർ, എന്തൊന്നുണ്ടോ ഇത്? ചിന്നൂട്ടി എന്താ ചിന്നൂട്ടി കഴിക്കുന്നേ? പൂരി ദോശ. ഓ, ചിന്നൂട്ടി പൂരിയും ദോശ. ഒന്നെന്തോടാ കഴിക്കുന്നത്? പൂരി കഴിക്കണേ 2 അമ്മ എന്താ കഴിക്കുന്നേ? പൂരിയാണോ? കറി കിട്ടിയില്ലല്ലേ? ഇപ്പൊ കിട്ടും. ഹായ്, ഗുഡ് മോർണിംഗ്. സ്നേഹമുള്ള അച്ഛൻ കുഞ്ഞിന് രാവിലെ വായി കൊടുക്കുന്നു. വായി നല്ല നല്ല ഡാഡി. എല്ലാവർക്കും ഫുഡൊക്കെ കിട്ടി. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയും മസാലക്കറിയുമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പലതാണ് ഓർഡർ ചെയ്തത്. ചേച്ചി അടുത്തിരുന്നോ? വാരി കൊടുക്ക്. എന്തോ പിണക്കമുണ്ടെന്ന് തോന്നുന്നു രണ്ടും കൂടെ. ഇവിടെ 3 വെച്ചോ. മോനെ ഒരു കോഫി താടാ. ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതാണോ ഇത്രയും? എന്റെ കോഫി ഇങ്ങോട്ടോ. അയ്യോ എന്റെ ദൈവം, വലിയ ഗ്ലാസ് ആണല്ലോ. അണ്ടാവി കുടിച്ചോണ്ടിരുന്ന ഞാനിപ്പോ പൊളിക്കും. എന്താ കഴിച്ചേ? പൂരിയാണോ കഴിച്ചേ? കോഫി വേണ്ട? ഒരു പൂരി കിട്ടും അവിടെ. ഒരു പൂരി കിട്ടും. എടുത്തിട്ട് പോണേ. ആ പെട്ടിയോടെ വൈകിട്ട് നമ്മളിതിലെ നടന്നു പോയത് അല്ലടാ നേരെ. കാര്യം പറയേണ്ട കാര്യമില്ല. ഭാഷ നമുക്കില്ല. അവിടെ ഊട്ടിയിലെ കുതിര. ചേട്ടാ എന്നെ തനിക്ക് ഇറങ്ങാൻ നോക്കുന്നു. അപ്പൊ ചിന്നൂട്ടി നമ്മൾ എവിടോട്ടാ ഇപ്പൊ പോന്നേ? എന്താ പൊന്ന എവിടെ നമ്മളിപ്പോ? ലേക്കില് വന്നേ. എവിടെ വന്നു? ആ തേയില മേടിച്ചോണ്ടാൽ ഇവന് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഊട്ടി പോയത് തേയില മേടിക്കുന്നതായിരിക്കും.
അങ്ങനെ ലേക്ക് വ്യൂവിലോട്ട് വന്നേക്കുവാണ് കേട്ടോ. ഇവിടെ ബോട്ടിങ്ങും ഹോഴ്സ് റൈഡും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് രാത്രി കൊണ്ട് യു അഗെയിൻ രണ്ട് പല്ലുണ്ടോ? രണ്ട് വെള്ളം അത് കാണിച്ചേ. തവണ നിങ്ങൾ ഹണിമൂണാന്ന് പറഞ്ഞ് വന്നിരുന്നല്ലോ. അതെ. ഓ ആഷ്പൂഷ് അമേരിക്കൻ അമ്മായിച്ചി. ഹായ്. വെൽക്കം ടു ഊട്ടി എന്ന് പറഞ്ഞു. താങ്ക് യു. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു പറ. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എവിടെ ചെന്നാലുമുള്ള ഒരു ആചാരമാണല്ലോ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങിയേ. ഇറങ്ങി ചെല്ലുന്നത് ലേക്കിലേക്കാണ്. ആരും ബോട്ടിംഗ് ഒന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് അവിടെ ഇന്ന് ലേക്കിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടിയിലെ ലേക്ക് പോയിന്റ്. ഇതാണ് ഇവിടെ ജസ്റ്റ് ഒരു ഗാർഡൻ ഏരിയ പോലെയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇരിക്കാം. നല്ല നല്ല കുറേ വെറൈറ്റി മരങ്ങൾ. നല്ല വെയിലുണ്ടായിരുന്നു. മാക്സിമം ഞാൻ ഒരിടത്ത് ഒതുങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിനെ ഇങ്ങനെ ഫുള്ള് ഇതിനെ കവർ ചെയ്ത് മാനാകും, മാൻകിടാങ്ങളാകും. പിന്നെ ഞങ്ങളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതിലെ കാശ് എങ്ങനെ തീരുമെന്ന് നോക്കുക വേണ്ട. കുറേ ഫ്ലവേഴ്സ് അതായിരുന്നു രക്ഷയില്ലാത്ത കേട്ടോ. കുറേ സ്നാക്സ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര റേറ്റും ആയിരുന്നു. എല്ലാം കണ്ട് ഞങ്ങൾ നേരെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ അങ്ങോട്ട് ഓടിയേ. അമലി ഇതെന്തോന്നിട്ടോ ഇത്? ഇനി ഞങ്ങൾ നേരെ മിനി ട്രെയിൻ കയറാൻ വേണ്ടി പോയേ. എങ്ങോട്ടാ ഊട്ടി വരുമ്പോ പതിച്ചേട്ടൻ ഇല്ലേലും എൻജോയ് ചെയ്യാൻ. ട്രെയിനിൽ കയറിയിട്ട് വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു. ഏതോ ഒരു കാട്ടിക്കൂടെ കുറച്ച് ദൂരം പോയി തിരിച്ചതുപോലെ തന്നെ വന്ന് വലുതായിട്ട് കാണാനൊന്നും. പ്രിയ ചേച്ചി എടി പെണ്ണ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഓ നീയായിരുന്നോ? എല്ലാം ഇത് പോട്ടോട് കൂടിയാണോ? ഇതെല്ലാം പോട്ടോട് കൂടി. ഇതും കൊള്ളാം. ഇതെല്ലാം 250. ഭയങ്കര ലാഭമായിരുന്നു. നേരെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഇതിലോട്ട് പോയി. കുറേ ആൾക്കാരൊക്കെ ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ പോയി. ഞാനൊരു കുതിരയെ ഒന്ന് മയപ്പെടുത്താൻ നോക്കി. എവിടെ പേടിച്ച് പണ്ടാരടങ്ങി. എല്ലാ ഊർജ്ജവും എടുത്ത് ഞാൻ നേരെ ഒരു ഹോഴ്സ് റൈഡിങ് അങ്ങ് കാച്ചി ഊട്ടിപ്പട്ടണത്തിലൂടെ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് ഞാൻ പാർട്ട് 3 ആയിട്ട് ഇടാമേ.